ഹലോ ഗൈസ്, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ടാലി പ്രൈമിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് കൂടുതലായി അറിഞ്ഞത് എന്നതിനെ പറ്റി ഒന്ന് റിവൈസ് ചെയ്യാം. സോ ഞാൻ നമ്മുടെ ടാലി പ്രൈം ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൽ ഓൾറെഡി ഞാൻ നമ്മുടെ പുണ്യാള അറുപത്തീസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഡാറ്റ എങ്ങനെ ബാക്കപ്പ്, അതായത് നമ്മുടെ കമ്പനിയിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനൊരു ബാക്കപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുവഴി എങ്ങനെ നമുക്ക് നമ്മുടെ ആവശ്യമുള്ളവർക്ക്, നമ്മുടെ ഓണർക്കായാലും അല്ലെങ്കിൽ GST അല്ലെങ്കിൽ ഓഡിറ്റേഴ്സിനായാലും നമുക്ക് എങ്ങനെ അത് അയച്ചു കൊടുക്കാമെന്നതും, അതുപോലെ തന്നെ ആ ബാക്കപ്പ് ക്രിയേറ്റ് ചെയ്താൽ എങ്ങനെ നമുക്ക് റീസ്റ്റോർ ചെയ്യാമെന്ന് പഠിച്ചു. പിന്നെ എങ്ങനെ നമുക്കൊരു ടാലി ബാക്കപ്പ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പഠിച്ചു. അടുത്തത് പിന്നെ എക്സ്ചേഞ്ച്, അതായത് എങ്ങനെ നമുക്ക് ഡാറ്റ ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിൽ സിങ്ക്രണൈസേഷൻ എന്താണെന്ന് പഠിച്ചു. പിന്നെ എങ്ങനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം, അതായത് എക്സലിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തരുന്നത് ജനനി സർവീസ് എന്ന് പറയുന്ന ഒരു വെബ് ബ്രൗസർ വഴി നമുക്ക് എങ്ങനെ എക്സലിൽ നിന്ന് ഡാറ്റാസ് എല്ലാം നമ്മുടെ ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്ന് നോക്കിയായിരുന്നു. പിന്നെ എക്സ്പോർട്ടിനെ പറ്റിയാണ്, അതായത് എക്സ്പോർട്ട് നമ്മൾ എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ PN ആണെങ്കിലും അത് ബാലൻസ് ഷീറ്റ് ആണെങ്കിലും എന്താണെങ്കിലും അത് നമുക്ക് എങ്ങനെ PDF, എക്സൽ അതുപോലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഷെയർ ചെയ്യാം, നമ്മുടെ ഓണേഴ്സായിട്ടും മറ്റും നമ്മൾ എങ്ങനെ ഷെയർ ചെയ്യാം എന്നൊക്കെ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇമെയിൽ വഴി നമ്മളെങ്ങനെ അയച്ചു കൊടുക്കാം, പിന്നെ പ്രിൻ്റ് എടുക്കാം, നമ്മളെ ഡയറക്റ്റ് ടാലിയിൽ നിന്ന് എങ്ങനെ നമുക്ക് പ്രിൻ്ററിലേക്ക് കണക്ട് ചെയ്ത് പ്രിൻ്റ് എടുക്കാം എന്നൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ ലൈസൻസ് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, അപ്ഗ്രേഡേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ലാസ്റ്റ് ലെക്ചറിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചതാണ്. സോ ഇനി നമുക്ക് നമ്മുടെ മെയിൻ കാര്യങ്ങൾ, അതായത് ഇനി ഉള്ള ക്ലാസ്സാണ് നമ്മൾ ടാലി എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് എന്താ പറയുക ട്രാൻസാക്ഷൻസും മറ്റും റെക്കോർഡ് ചെയ്യുക, അക്കൗണ്ടിങ് എങ്ങനെ നമ്മൾ ടാലി ചെയ്യും എന്നുള്ളത് ഇനിയുള്ള ക്ലാസ്സുകളിലാണ് വരുന്നത്. ഓക്കെ, ഇതുവരെ നമുക്ക് ഏകദേശം ടാലിയെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ അത്യാവശ്യം നിങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇങ്ങനെ കമ്പനി റെഡിയാക്കാം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ ജസ്റ്റ് എന്താ പറയുക ഒരു പ്രിലിമിനറി സ്റ്റേജാണ്. സോ ഇനിയാണ് നമ്മൾ കാര്യത്തിലേക്ക് കടക്കാൻ പോകുന്നതും. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾ അത്യാവശ്യം അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ജേണൽ എൻട്രീസും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബേസിക് റൂളൊക്കെ ഇല്ലേ, എന്ത് ഡെബിറ്റ് ചെയ്യണം, എന്ത് ക്രെഡിറ്റ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് അക്കൗണ്ടിങ്ങിൽ ഗോൾഡൻ റൂൾസ് അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മളെന്നാലും ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു പോകുന്ന വഴിയിൽ അതൊക്കെ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ബട്ട് ഡീപ്പായിട്ട് അതിനെപ്പറ്റി പഠിപ്പിക്കാൻ നമുക്കിപ്പോൾ സമയമില്ല. സോ അക്കൗണ്ടിങ് ക്ലാസ്സൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് നന്നായിട്ട് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഫൈൻ. സോ ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഹോം പേജ്, ടാലിയുടെ ഹോം പേജ്, അല്ലെങ്കിൽ ഹോം പേജിനെ പറയുന്നതാണ് ഇങ്ങനെ ഗേറ്റ് വേ ഓഫ് ടാലി എന്ന്. ഓക്കെ, ഇനി മുതൽ നമ്മൾ ഇങ്ങനെ ഹോം പേജിലേക്ക് എത്തുക എന്ന് പറയുന്നത് മിക്കതും ഗേറ്റ് വേ ഓഫ് ടാലി എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ എപ്പം നിങ്ങൾ ട്രാൻസാക്ഷൻസോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ടാലിയിൽ വർക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കമ്പനി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡേറ്റ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന്, നമ്മൾ പീരീഡ് സെറ്റ് ചെയ്യണം, അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഫിനാൻഷ്യൽ ഇയർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കറണ്ട് ഡേറ്റ്, ഏത് ദിവസമാണോ നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഡേറ്റ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിനുള്ള ഷോർട്ട് കീ എന്ന് പറയുന്നത് Alt F2 ആണ്. Alt F2 ഞെക്കിയാൽ നിങ്ങൾക്ക് പീരീഡ് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പീരീഡ് 1/4/2023 മുതൽ 31/3/2024 ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇയർ ആണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് കറണ്ട് ഡേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് വെറും F2 ഞെക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് ഡേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും.
ഞാനിവിടെ 1/4/2023 സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട്, ഡേറ്റ്, കറണ്ട് ഡേറ്റ് സെറ്റ് ചെയ്യാൻ. ഇവിടെ ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. F2 ഞെക്കുക. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ഡേറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, എപ്പോഴും ഓർക്കുക, നിങ്ങൾ എൻട്രി ഇടുന്നതിന് മുമ്പ് ഡേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം എൻട്രീസിലേക്ക് പോകാൻ. ഓക്കെ, സോ നിങ്ങൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഈ 3 ഐറ്റംസ് കണ്ടല്ലോ, ഇതായിരിക്കും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. സോ ആദ്യം ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് കമ്പനീസ് മാറ്റണമെങ്കിൽ മാറ്റാട്ടോ, അതിനുള്ളൊരു ഓപ്ഷനും ടാലി ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ആദ്യം ഗ്രൂപ്പ് അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൽ ഗ്രൂപ്പ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്. ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, നമ്മളിപ്പോൾ നമ്മുടെ ട്രയൽ ബാലൻസിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അതായത് ട്രയൽ ബാലൻസിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നു. ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ, അതൊരു ഗ്രൂപ്പ്. സൺട്രി ക്രെഡിറ്റേഴ്സ്, അതൊരു ഗ്രൂപ്പ്. സൺട്രി ക്രെഡിറ്റേഴ്സ് ഓൾറെഡി കുറച്ച് ഗ്രൂപ്പുകൾ ബൈ ഡിഫോൾട്ട് ഉണ്ടാവും. നമ്മൾ അതിൻ്റെ കീഴിൽ എന്തെങ്കിലുമൊക്കെ ഗ്രൂപ്പ്സ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഏതൊക്കെയാണ് ഓൾറെഡി ഉള്ള ഗ്രൂപ്പുകൾ എന്ന് ചോദിച്ചാൽ ഇത്രയും ഗ്രൂപ്പുകളുണ്ട്. നമ്മൾ മറ്റേ ജനനി സർവീസസിൽ നമ്മൾ ഈ ഗ്രൂപ്പിംഗ് ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചായിരുന്നു. മറ്റേ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഓരോന്നിൻ്റെ ഗ്രൂപ്പിൻ്റെ അടിയിലുണ്ട്. സോ ബൈ ഡിഫോൾട്ട് ഇത്രയും ഗ്രൂപ്പുകളുണ്ട്. ഇനി ഈ ഗ്രൂപ്പുകളുടെ അടിയിൽ സബ് ഗ്രൂപ്പ്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഗ്രൂപ്പ് കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓക്കെ, എനിക്ക് എന്താ പറയുക, സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ അടിയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. അതായത് ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസ്, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസ്. അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും, ഞാൻ അവർക്ക് പൈസ കൊടുക്കുകയുള്ളൂ. സോ അതിന് എനിക്കൊരു സബ് ക്ലാസിഫിക്കേഷൻ വേണം. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസിനും എനിക്കൊരു സബ് ക്ലാസിഫിക്കേഷൻ വേണം. സോ ഞാൻ ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസിന് ഞാൻ അണ്ടർ കൊടുക്കാൻ പോകുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ എനിക്ക് സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ അടിയിൽ ഒരു ഗ്രൂപ്പും കൂടി വരും, ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസ് പറയണത്. ഓക്കെ, ഗ്രൂപ്പ് ബിഹേവിയർ സബ് ലെഡ്ജറായിട്ട് ബിഹേവ് ചെയ്യണമെന്ന് നോ. അതായത് ലെഡ്ജറായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് വേണ്ട, കാരണം ലെഡ്ജർ വേറെയാണ്. ലെഡ്ജർ നമുക്ക് എൻട്രീസ് ഇടാനാണ്, സബ് ഗ്രൂപ്പ്സ് ഒരിക്കലും അത് വേണ്ട. ഇനി നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും സസ്പെൻസ് കാര്യങ്ങളൊക്കെ ഈ സൺഡേ ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസ് ആണ്, പക്ഷേ ഏത് ക്രെഡിറ്ററാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസിലേക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ ലെഡ്ജറായിട്ടും ബിഹേവ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അത് നോ കൊടുക്കാം. ഇപ്പം നമ്മൾ അത്ര ഹൈ ലെവലിലേക്ക് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മൾ ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലിയർ. സോ അടുത്തത് നെറ്റ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ് ഫോർ റിപ്പോർട്ടിങ്. അതായത് എന്താ പറയുക, നമ്മൾ റിപ്പോർട്ട്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ നെറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ് ഫോർ റിപ്പോർട്ടിങ് അങ്ങനെ കാണിക്കണോ എന്നുള്ള ഒരു ഇതാണ്. അത് നമുക്ക് തൽക്കാലം നോ തന്നെ കൊടുക്കാം. ഓക്കെ, നമുക്ക് റിപ്പോർട്ട്സ് എടുക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഓക്കെ ആയിക്കോളും, വേറെ ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻ ഫോർ, അതായത് ഈ ഉദ്ദേശിക്കുന്ന സൺഡേ ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് ടാക്സ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ, കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ടോ എന്നാണ്. ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസ് അതിന് വരില്ലല്ലോ. നമ്മൾ യൂഷ്വലി എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അത് വരിക. സോ നോ കൊടുക്കുക. മെത്തേഡ് ടു അലോക്കേറ്റ് വെൻ യൂസ്ഡ് ഇൻ പർച്ചേസ് ഇൻവോയ്സ്. പർച്ചേസ് ഇൻവോയ്സ് മെത്തേഡ്, അതായത് ക്വാണ്ടിറ്റി ആണോ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പർച്ചേസ് നടത്തി അത് 2-3 പാർട്ടീസിന് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. അത് നോട്ട് ആപ്ലിക്കബിൾ തന്നെ കൊടുക്കാം, എസ് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ് ക്രിയേറ്റ് ആയി. ഇനി
അടുത്ത സബ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് സൺഡ്രി നമ്മൾ നേരത്തെ ക്രെഡിറ്റേഴ്സ് ആണല്ലോ, സൺഡ്രി ഉണ്ടായില്ല. ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസ് തന്നതാണ്. സെയിം ഇതിൻ്റെ അടിയിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ വേറെ ഒന്നും മാറ്റങ്ങളൊക്കെയല്ല ആക്സെപ്റ്റ് ചെയ്തു. ഇനി ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ആയെന്ന് കാണാൻ ജസ്റ്റ് ഓൾട്ടർ എടുക്കുക. ഗ്രൂപ്പിൽ കണ്ടോ 2 ഗ്രൂപ്പും കൂടി എക്സ്ട്രാ അയക്കുന്നതുണ്ടോ? ഇത് ആക്ച്വലി TBയിൽ വരുമ്പോൾ ട്രയൽ ബാലൻസിൽ വരുമ്പോൾ ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റേഴ്സിൻ്റെ അടിയിലായിരിക്കും ഈ 2 ഐറ്റംസ് വരാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലെഡ്ജറിലേക്ക് പോകാം. ലെഡ്ജറിൻ്റെ കാര്യം പറയുമ്പോൾ ബൈ ഡിഫോൾട്ട് ആയപ്പോഴേ 2 ലെഡ്ജേഴ്സേ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ, ക്യാഷും P&L. നമ്മൾ നേരത്തെ ഗ്രൂപ്പിൽ കുറേ ലെഡ്ജേഴ്സ് കണ്ടു, കുറേ ഗ്രൂപ്പ്സ് കണ്ടു. ബട്ട് ലെഡ്ജറിൻ്റെ കേസ് പറയുമ്പോൾ അവിടെ 2 ലെഡ്ജേഴ്സേ ബൈ ഡിഫോൾട്ട് ഉണ്ടാവുകയുള്ളൂ, ബാക്കിയുള്ള എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഓഫ് കോഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് അണ്ടർ വരുന്നത് നമുക്കെല്ലാം അറിയാം, ക്യാപിറ്റൽ അക്കൗണ്ട് കീഴിലാണ്. TDS ഡിഡക്റ്റബിൾ ആണ്. നോ, ക്യാപിറ്റൽ നമ്മൾ കൊടുക്കാറില്ല. നെയിം കാര്യങ്ങളൊക്കെ അതെങ്ങനെ തന്നെ നടക്കുക. അതൊക്കെ സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഡെപ്റ്റേഴ്സിൻ്റെ ഒക്കെ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് കാര്യങ്ങൾ വേണ്ടത്. ഈ ലെഡ്ജേഴ്സ് വെച്ചിട്ടായിരിക്കട്ടെ നമ്മൾ ജേർണൽ എൻട്രീസും അല്ലെങ്കിൽ എൻട്രീസ് എല്ലാം പാസ് ചെയ്യാൻ പോകുന്നത്. അല്ല, ഇതൊക്കെ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം, അതായത് ക്യാപിറ്റൽ ഇപ്പോൾ ആരുടെ പേരിലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജോയി, ഞാനിവിടെ ജസ്റ്റ് ക്യാപിറ്റൽ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ജോയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാക്കാണ് നമ്മുടെ ജോയിത്ത് അക്കൗണ്ട്. ഓക്കെ, അതൊക്കെ തന്നെ. ബാങ്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാം, അല്ലെങ്കിൽ പാൻ ഉണ്ടെങ്കിൽ പാൻ്റെ ഇത് കൊടുക്കാം. ഇനി ഇതിപ്പോൾ ഓപ്പണിംഗ് ബാലൻസ്, അതായത് ഇപ്പോൾ ജോയിയുടെ അക്കൗണ്ട് കഴിഞ്ഞ കൊല്ലം, അതായത് 2022-23 തുടങ്ങിയെങ്കിൽ ഓഫ് കോഴ്സ് ഇപ്പോൾ ബിസിനസ് 2022-23 തുടങ്ങിയെങ്കിൽ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവേണ്ടതാണ്. സോ ഞാൻ ജസ്റ്റ് ഫോർ നമ്മുടെ എക്സാമ്പിളിൻ്റെ ഒരു പർപ്പസിന് വേണ്ടി ഞാനിവിടെ ഒരു 10 lakh, പൂജയൊക്കെ കറക്റ്റല്ലേ, പൂജയൊക്കെ തെറ്റിയാൽ മാറിപ്പോയേ പാൽമരത്തേക്ക് കിട്ടും. അപ്പോൾ അക്കൗണ്ടിങ് ചെയ്യുമ്പോഴൊക്കെ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അത് റീകൺസിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ചടങ്ങാണ്. അപ്പോൾ ഞാൻ ക്യാപിറ്റൽ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തു, ബാക്ക് അടിച്ചു നോക്കി, അതേവിടെ ജോയിസ് ക്യാപിറ്റൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ക്യാപിറ്റൽ മാത്രമല്ല, നമുക്ക് പയ്യെ ഓരോരോ ലെഡ്ജേഴ്സായിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കാം. ഓക്കെ, ഇങ്ങനെയല്ല നമുക്ക് ജേർണൽ എൻട്രീസ് ഇടുമ്പോഴും നമുക്കിങ്ങനെ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഷോർട്ട് കട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് നമ്മൾ വൗച്ചർ എൻട്രി ചെയ്യുമ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ വൗച്ചർ എൻട്രി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിലേക്ക് കിടക്കാം. ഇപ്പം നമുക്ക് കുറച്ച് ലെഡ്ജേഴ്സൊക്കെ ഉണ്ടാക്കി കളിക്കാം. ഓക്കെ, സോ ക്യാപിറ്റൽ ഉണ്ടാക്കി. ഇനി എനിക്ക് ജോയി അങ്ങനെ ക്യാപിറ്റൽ 10 ലക്ഷം വെച്ചുകൊണ്ട് എന്തായാലും ഒരു ബിസിനസ് നടത്താൻ പാടില്ല. അപ്പോൾ പുള്ളിക്കാരൻ കുറച്ച് എന്താ പറയുക, കുറച്ച് ലോൺ എടുത്തു. ഓക്കെ, ലോൺ ഫ്രം എവിടെ നിന്നാ, നമ്മുടെ ഫെഡറൽ ബാങ്കിൽ നിന്ന് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഇവിടെ ലോൺസിനൊക്കെ ഇതുണ്ട്, ലോൺ ലയബിലിറ്റി. ഇതെടുക്കരുത്, കാരണം ഇത് അസെറ്റാണ്. ലോൺസ് അഡ്വാൻസസ്, അതായത് കമ്പനി ആർക്കെങ്കിലും ലോണ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലുള്ളതാണ് ഇത്. ലോൺ ലയബിലിറ്റീസ് വേണം എടുക്കാം, അല്ലെങ്കിൽ സെക്യൂർഡ് ആണെങ്കിൽ സെക്യൂർഡ്, അൺസെക്യൂർഡ്. ശരി, സെക്യൂർഡ് ലോൺ തന്നെ എടുക്കാം. അത് ലോൺസ് ആൻഡ് ലയബിലിറ്റീസിന് അണ്ടറിൽ വരുന്നൊരു ഡിഫോൾട്ടായി വരുന്നൊരു ഗ്രൂപ്പാണ്. സോ നമ്മൾ സെക്യൂർഡ് ലോൺസ് എടുത്തു. ഓക്കെ, ഇത് നമുക്ക് ഫെഡറൽ ബാങ്ക് കൊടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് SH പോവാം. ലോണ് ഒരു 1 ലക്ഷം 15 എടുക്കാം. 15 ജയിക്കാണത്. സോറി, ഓക്കെ,
15,000 ലോൺ എടുത്തത്. ഓക്കെ, ഇനി പുള്ളിക്ക് ജോയ്ക്ക് കൂട്ടാനുണ്ടല്ലോ, അതിൻ്റെ പേരെന്നായിരുന്നു, അയ്യോ, ഗ്രീൻ. ഓക്കെ, അപ്പം ഗ്രീനുവിൻ്റെ പുള്ളി ലോൺ എടുത്തിട്ടുണ്ട് കുറച്ച്. അപ്പോൾ പക്ഷെ അത് ഒരു സെക്യൂർ ലോണല്ല, നമ്മളത് അൺസെക്യൂർ ലോണാണ്. ഫ്രണ്ടിൻ്റെ നിർത്താണല്ലോ, സെക്യൂരിറ്റി ഒന്നും കൊടുക്കുന്നില്ല, അവനെപ്പോൾ വേണമെങ്കിലും തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഗ്രീനുവിന് ഒരു ലോണുണ്ട്, അതൊരു 15,000 കണ്ടിട്ടെ. ഓക്കെ, അപ്പം ഇങ്ങനെ 2-3 ലോണായി. ഇനി എന്താ കൊടുക്കാൻ പറ്റുക ലോണായിട്ട്? കുറച്ച് ക്രെഡിറ്റേഴ്സ് വേണമല്ലോ. ഓക്കെ, ക്രെഡിറ്റേഴ്സിനെ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ക്രെഡിറ്റേഴ്സായിട്ട് വരാൻ പോകുന്നത് കേരള ദേവസ്വം ബോർഡ്. അറിയാലോ ദേവസ്വം ബോർഡ് എന്തായിരിക്കും നമ്മുടെ പുണ്യാള ബത്തീസിന് കൊടുക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് നമ്മൾ അവര് ഒരു സൺട്രി ക്രെഡിറ്റ്, സോറി, ഇവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സിലാണ് കൊടുക്കുന്നത്, നമ്മൾ ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസ്. ഇതിൽ ചോദിക്കുന്നത് നമ്മൾ ബിൽ ടു ബൈ ബിൽ മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് ബിൽ മെയിൻറ്റെയിൻ ചെയ്യാം, കുഴപ്പമില്ല. ക്രെഡിറ്റ് പീരീഡ് വല്ലതും ഉണ്ടോ? അതായത് നമ്മളിങ്ങനെ റിമൈൻഡ് ചെയ്യാനും, പിന്നെന്താ പറയുക, ഇപ്പോൾ 60 ദിവസം കൊടുക്കുകയാണെങ്കിൽ 60 ദിവസത്തിനുള്ള പേയ്മെൻറ്റ് പോയോ മറ്റേ കാര്യങ്ങൾ അങ്ങനെ കൊടുക്കാനാണ്. അല്ലെങ്കിൽ 60 ദിവസത്തിനുള്ള പേയ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഏജിങ് ഷെഡ്യൂൾ എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. അത് നമ്മൾ ബൈ കാണും. അപ്പോൾ അതിലൊക്കെ നമ്മൾ എക്സ്പയർഡ് ബൈ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്ന സമയത്തും ഇത് അതായത് 60 ദിവസം കഴിഞ്ഞെങ്കിൽ എക്സ്പയർഡ് ബൈ 5 days 15 days എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. സോ ഇപ്പോൾ ക്രെഡിറ്റ് പീരീഡ് നമ്മൾ കൊടുക്കുന്നില്ല. നിങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ സമയത്ത് ക്രെഡിറ്റ് പീരീഡ് ഒക്കെ അടിച്ചിട്ട് കുറച്ച് വൗച്ചേഴ്സ് ഒക്കെ എൻ്റർ ചെയ്ത് നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കണ്ടോ, ഇത് ആ ക്രെഡിറ്റ് പീരീഡ്, അതായത് ഡ്യൂറിങ് വൗച്ചർ എൻട്രിയുടെ സമയത്ത് ക്രെഡിറ്റ് പീരീഡ്, ക്രെഡിറ്റ് ഡേയ്സ് കൊടുക്കണമല്ലോ. മുകളിൽ നമ്മൾ കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ നോ കൊടുക്കാം. TDS ഡിഡക്റ്റബിൾ ആണ്, നോ. നെയിം ഓക്കെ, ഇത് കുഴപ്പമില്ല. അഡ്രസ്സ് വേണമെന്നില്ല. ബാങ്ക് ഡീറ്റെയിൽസ് ഇവർക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടോ? നമ്മളൊരു 25,000 കിടക്കട്ടെ. കണ്ടോ, നമ്മൾ ആ 25,000 ബിൽ വൈസ് ബ്രേക്കപ്പ് ചോദിക്കാം. കാരണം പ്രീവിയസ് മന്ത്സ് നമ്മളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ 31-ാം തീയതി തന്നെ കിടക്കട്ടെ. ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ദേവസ്വം ബോർഡ്. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ഉണ്ടാക്കാം. തൃശ്ശൂർ എലിഫന്റ് അസോസിയേഷനും കൂടി ഇറങ്ങട്ടെ. ഒരു ക്രെഡിറ്റ് ആയിട്ട് വലിയ സുഖമൊന്നുമില്ല. ഇപ്പോൾ ഒരെണ്ണം കൂടി കിടക്കട്ടെ. ബർത്ത്ഡേ ഒരു 20,000. ഓക്കെ, തൃശ്ശൂർ എലിഫന്റ് അസോസിയേഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്താ, നമ്മുടെ ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസ് കിടക്കുന്നില്ലേ, അതും അങ്ങനെ എക്സ്പെൻസ് ആയിട്ട് കിടക്കും. എക്സ്പെൻസ് നമുക്കൊരു പണിയാം. എക്സ്പെൻസ് ഇവർക്ക് തന്നെ എക്സ്പെൻസ് മെയിൻ ചെയ്താ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ഇല്ലേ, അത് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് എടുക്കാം. അതായത് ഇപ്പോൾ അല്ലെങ്കിൽ വേണ്ട, അഡ്വർടൈസ്മെന്റ് നമുക്കൊരു എക്സ്പെൻസ് ആയിട്ട് എടുക്കാം. ഇതിൽ വരുന്നത് കാട്ടാളൻ സൂപ്പർ മാർക്കറ്റ്. കാട്ടാളൻ റിക്ഷാസ്. ഓക്കെ, അതായത് വേറൊന്നുമല്ല, ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. കാട്ടാളൻ റിക്ഷാസ് എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട്. അപ്പോൾ പുള്ളിയുടെ റിക്ഷയിൽ നമ്മുടെ പുണ്യാള ബത്തീസ് അങ്ങോട്ട് അഡ്വർടൈസ് ചെയ്യാണ്. അപ്പോൾ അവർക്ക് നമ്മൾ കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ഫോർ എക്സ്പെൻസ് എന്ന് പറഞ്ഞിടാം. എന്നിട്ട് ബിൽ വൈസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യട്ടെ. ഓക്കെ ആട്ടെ. എന്നിട്ടൊരു 2,500 രൂപ, സോറി 20,000 0 മാറിപ്പോരുത്.
കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെ നമുക്കൊരു ക്രെഡിറ്റർ ഫോർ എക്സ്പെൻസ്. ഇനി എന്തൊക്കെ ക്രെഡിറ്റർ വരും? ഓക്കെ, ഈ സാലറി മുതലായ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ ഓക്കെ നമുക്കെന്നാൽ പിന്നെ സാലറി പേബിൾ, സാലറി ടു തുത്തൂര്, അതായത് മറ്റേ പുള്ളി ഉണ്ടല്ലോ അഭയ് കുമാർ, അത് തന്നെ. അല്ലെങ്കിൽ വേണ്ട, ഒരു വെറൈറ്റി പുള്ളിനെ കളിയാക്കിയെന്ന് വേണ്ട. അഭയ് കുമാർ തുത്തൂര്. ഓക്കെ, ചുമ്മാ രസം അത്രയുള്ളൂ. ഇത് നമുക്ക് കറന്റ് ലയബിലിറ്റീസിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ വേണ്ട, ഇത് നമുക്ക് കറന്റ് ലയബിലിറ്റീസിൻ്റെ അടിയിൽ കൊണ്ടുവരണ്ട. കറന്റ് ലയബിലിറ്റീസിൻ്റെ ഉള്ളിൽ നമുക്കൊരു സബ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ട്, അതെങ്ങനെ ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ നമ്മൾ ഈ കറന്റ് ലയബിലിറ്റീസിൽ നമുക്ക് വേറെ ഒരെണ്ണം ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചോ. ഒന്നല്ലെങ്കിൽ Alt C ഞെക്കാം, അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡറി, അല്ലെങ്കിൽ ഇതേ ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ഞെക്കിയാലും വരും. സോ ഞാൻ Alt C വെച്ചിട്ട് ഞാനൊരു എന്താ പറയുക കറന്റ് ലയബിലിറ്റീസിൻ്റെ അടിയിൽ അതർ കറന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് കൊടുക്കാം. കണ്ടോ? അപ്പോൾ അതർ കറന്റ് ലയബിലിറ്റീസ് ഞാനത് സേവ് ചെയ്തു. അപ്പോൾ സാലറി ടു അഭയ് കുമാർ നോക്കി, സാലറി ടു ആംഗ്രി ബർഡ്സ്, സാലറി ടു എംപ്ലോയീസ്, അതും കിടക്കട്ടെ. മറ്റേത് ഡ്രൈവർ, ഇത് എംപ്ലോയി, അത്ര ഉള്ളൂ. സോ ഇതും അതർ കറന്റ് ലയബിലിറ്റീസിൻ്റെ അടിയിൽ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്പെൻസും കൂടി വേണമെങ്കിൽ ചുമ്മാ ഒരു ദിവസത്തിനും കൂടി ചെയ്യാം. ഓക്കെ, ലോയസ് പേബിൾ, ഇത് ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസിൻ്റെ അടിയിൽ ഞാൻ കൂടെ ഇടാണ്. ഓക്കെ, സോ നമ്മുടെ ഏകദേശം ലയബിലിറ്റി സൈഡൊക്കെ ഏകദേശം സെറ്റായെന്ന് തോന്നുന്നു. നമുക്ക് ഇനിയിപ്പോൾ ഈ അസറ്റിൻ്റെ സൈഡുകളിലേക്ക് വരാം. ഓക്കെ, അസറ്റിൽ നമുക്ക് എന്താ, ആദ്യം നമ്മുടെ പ്ലാന്റ് മെഷീനറി കാര്യങ്ങൾ. സോ ആദ്യം ഒരു ബോയിലർ, അതായത് നമ്മുടെ ആനപ്പിണ്ടം ബോയിൽ ചെയ്യാനും മിക്സ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ബോയിലർ. ഓക്കെ, ഇത് ഇതിൻ്റെ ഇടയിൽ വരാ ഫിക്സഡ് അസെറ്റ്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നമുക്ക് ആ ഫിക്സഡ് അസെറ്റ് വാങ്ങിച്ച ABC ഈ കൊല്ലാണ് വാങ്ങിക്കുന്നത്. ഓക്കെ, ഞാൻ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുന്നില്ല. ഇനി മിക്സർ, അതായത് നമ്മുടെ സാധനം മിക്സ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഫിക്സഡ് അസെറ്റാണ്. ഇത് ഞാനൊരു 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കും. ഓക്കെ, അങ്ങനെ നമ്മളത് 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു. ഇനി എന്താ വേണ്ടത്? ഓക്കെ, ഡ്രയർ വേണം. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ എന്താ പറയുക, വേണമെങ്കിൽ കമ്പനിയുടെ പേരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതൊക്കെ എന്താ പറയുക, നമ്മുടെ കൺവീനിയൻസ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് പ്ലാൻ ഫിക്സ്ഡ് അസെറ്റ്. ഓക്കെ, ഇത് ഞാൻ 25,000 വാങ്ങിച്ചതാണ്. ഓക്കെ,
ഓക്കെ, ഞാൻ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ മറ്റേ ക്യാപിറ്റലിനൊക്കെ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തല്ലോ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസിൽ ഇവിടെ നമുക്ക് മനസ്സിലായി ടോട്ടൽ ഓഫ് ഓപ്പണിംഗ് ബാലൻസിൽ ഡിഫറൻസ് നോക്കാം. ഇനി നമുക്ക് 47,500 കൂടി നമുക്ക് അസറ്റിലേക്ക് കൊണ്ടുവരണം, എന്നാലാണ് ഓപ്പണിംഗ് TB മാച്ച് ആവുള്ളൂ. ഓക്കെ, നമ്മളപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ ഏകദേശം കഴിഞ്ഞ് ഞാനൊരു ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറും കൂടി എടുക്കാം. സോ ഇതിന് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ അസറ്റിലാണ് എനിക്കിത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യും, ഇതിന് ഞാൻ ഒരു അണ്ടർ കൊണ്ടുവരും. അതായത് ഫിക്സഡ് അസറ്റിൻ്റെ അടിയിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഫിക്സഡ് അസറ്റ് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ അടിയിൽ ഇത് വരും. സോ ടാലി സോഫ്റ്റ്വെയർ ഞാൻ ഏകദേശം ഒരു 10,000 1500 ഇത്ര നല്ല കുറച്ചുകൂടി ആവും. ഞാൻ ജസ്റ്റ് 1500 രൂപയ്ക്ക് വാങ്ങിച്ചു എന്നത് അറിയിക്കാം. ഓക്കെ, ഇനി എന്താ വേണ്ടത്, നമുക്ക് കുറച്ച് ഡെപ്റ്റേഴ്സിന് വേണം. ഓക്കെ, സോ അതിന് ഞാൻ കാട്ടാളൻ സൂപ്പർ മാർക്കറ്റ് നമ്മുടെ ഒരു ഡെപ്റ്ററാണ്. ഓക്കെ, സോ ഞാൻ സൺഡേ ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, കാട്ടാളിനൊരു സൂപ്പർ മാർക്കറ്റ് നമ്മുടെ ഡെപ്റ്ററാണ്. പിന്നെ ഒരു റെസിഡൻസ് അസോസിയേഷനും കൂടി ഇടാണ്. എന്താ പറയുക, ഓക്കെ, സൺറൈസ് റെസിഡൻസ് അസോസിയേഷൻ. ഇത് നമ്മുടെ സൺഡേ ഡെപ്റ്ററാണ്. സോ ഞാൻ എൻ്റർ അടിക്കുകയാണ്. ഇവർക്ക് ഞാനൊരു എന്താ പറയുക ഒരു 15,000 നമ്മുടെ ഡെപ്റ്ററാണ്. ഇനി ബാങ്ക് നമുക്കൊരു എന്താ പറയുക ഫെഡറൽ ബാങ്കിൽ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് തന്നെയായിരിക്കും. സോ ഇതിന് നമുക്ക് ബാങ്കിൽ കൊടുക്കാം. ബാങ്ക് അക്കൗണ്ടാണ്. സോ ഇവിടെ ബാങ്ക് അക്കൗണ്ട് വരുമ്പോൾ ഓഫ് അക്കൗണ്ട് ഹോൾഡർ നെയിം, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, സ്വിഫ്റ്റ് കോഡ്, ബാങ്ക് നെയിം ഇത് തന്നെയാണ്, ഫെഡറൽ ബാങ്ക് ആണ്. സോ അത് വേണമെങ്കിൽ കൊടുക്കാം. ബ്രാഞ്ച് കൊടുക്കാം, BSR കോഡ് കൊടുക്കാം. പിന്നെ ചെക്ക് ബുക്ക് വല്ലതും ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ കൊടുക്കാം. ചെക്ക് പ്രിൻറ്റിങ്, അതായത് നമ്മളിപ്പോൾ ബാങ്കിൻ്റെ ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെക്ക് പ്രിൻറ്റിങ് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ നമുക്കൊരു ബാങ്കിൽ ഒരു എന്താ പറയുക ഒരു 10,000 rupees ബാലൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അത് നമ്മൾ ഇട്ടു. ഓക്കെ, സോ ബാങ്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇൻവെൻട്രി കാര്യങ്ങളൊക്കെയാണ്. ഇൻവെൻട്രി ഒന്നും നമുക്ക് ഇതിലല്ല, സ്റ്റോക്ക് ക്രിയേഷൻ വരുമ്പോൾ നമുക്കതിൽ നോക്കാം. പിന്നെ വരുന്നത് നമുക്കെന്താ, ഓക്കെ, ക്യാഷ് മാത്രം നമ്മൾ ഇങ്ങനെയല്ല നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത്. ക്യാഷ് എൻട്രി ചെയ്യാനായിട്ട് നമ്മൾ ബാക്ക് എടുക്കുന്നു. ഇവിടെ ക്യാഷ് ഉണ്ട്, കണ്ടോ? ക്യാഷ് ഞാൻ രണ്ട് ലെഡ്ജേഴ്സ് ഓൾറെഡി ബൈ ഡിഫോൾട്ട് വന്നിട്ടും എന്ന് പറഞ്ഞു. ഒന്ന് P&L പിന്നെ ഒന്ന് ക്യാഷാണ്. സോ ക്യാഷിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമ്മൾ ബാക്ക് അടിച്ചിട്ട് എന്താ പറയുക വേറൊന്നും ചെയ്യണ്ട. നമ്മൾ ആ ലെഡ്ജർ നമ്മൾ ഇപ്പോൾ ഇത്രയും ക്രിയേറ്റ് ചെയ്ത ലെഡ്ജേഴ്സ് ഇതൊക്കെയാണ്. സോ അതിൽ ക്യാഷ് എന്ന് പറഞ്ഞ് കിടക്കണ്ടാവും. സോ അത് നമ്മൾ ജസ്റ്റ് എടുക്കുക, എൻ്റർ അടിച്ചു പോവുക. ജസ്റ്റ് ഒരു 11,000 ഡെബിറ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇനി നമ്മുടെ ഇവിടെ നോക്കിയാൽ കാണാം 10,000 ആണ് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഡിഫറൻസ്. അത് നമുക്ക് ഇൻവെൻട്രി ചെയ്യാനുള്ളതാണ്. സോ ഞാൻ ബാക്ക് അടിക്കുന്നു. ഇനി ലെഡ്ജർ ചെയ്തു. ഇനി കോസ്റ്റ് സെൻറ്റേഴ്സ് ആണ്. കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, എന്താ പറയുക നമുക്ക് ഇൻക്വയർ ചെയ്ത കോസ്റ്റൊക്കെ എവിടെയാണ് മേജറായിട്ട് ഇൻക്വയർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാനും കാര്യങ്ങൾക്കാണ്. അത് വളരെ റെയറായിട്ടാണ് പലരും ഉപയോഗിക്കാറ്. യൂഷ്വലി അത് ചെയ്യുമ്പോൾ പല മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ വരാം. സോ എന്താ പറയുക നമ്മളത് പ്രിഫർ ചെയ്യില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്കത് കൊടുക്കാം എന്ന് മാത്രം. സോ ഓക്കെ, ഞാൻ കോസ്റ്റ് സെൻറ്റർ ആദ്യം അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം.
അണ്ടർ വരുന്നത് ഇവിടെ നമ്മൾ സെയിലോ അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. സോറി, ഒരു മിനിറ്റ്. ഓക്കെ, അതിൻ്റെ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. ഞാനതൊന്ന് റെഫർ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കോഴ്സ് സെൻറ്ററിനെ പറ്റി ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൗച്ചർ എൻട്രീസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ജസ്റ്റ് ഒരു 15 മിനിറ്റ് മതിയാവും. എനിക്ക് കുറച്ച് കാര്യങ്ങളൊരു കൺഫ്യൂഷൻ ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് കോഴ്സ് സെൻറ്ററിലേക്ക് പോവാം. പേടിക്കണ്ട, ഞാൻ മറക്കൊന്നുമില്ല. നമുക്കത് എന്തായാലും നമ്മൾ അത് ചെയ്തിട്ട് നമ്മൾ പോവുകയുള്ളൂ. സോ ഇനി കറൻസിയാണ്. സോ കറൻസി എങ്ങനെ നമുക്ക് ബൈ ഡിഫോൾട്ട് നമ്മൾ ആദ്യം ചെയ്തപ്പോൾ കുറച്ച് കറൻസി നമ്മുടെ ബൈ ഡിഫോൾട്ട് വരുന്നത് റുപ്പീസാണ്. അതിലെന്തെങ്കിലും ആൾട്ടർ ചെയ്യണോ അല്ലെങ്കിൽ പുതിയൊരു കറൻസി ക്രിയേറ്റ് ചെയ്യണോ എന്നൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് സിമ്പിൾ ഡോളർ കൊടുക്കാം. വേണമെങ്കിൽ US ഡോളർ എന്ന് കൊടുക്കാം. കാരണം ഡോളർ വേറെ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. സോ കറൻസി കോഡ്, അത് ഇൻ്റർനാഷണൽ ഒരു കറൻസി കോഡാണ്, അത് വേണമെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ നമ്പർ ഓഫ് ഡെസിമൽസ് എത്ര വേണം, 2 തന്നെ കൊടുക്കാം. മില്യൻസ്, അതായത് എന്താ പറയുക, നമുക്കറിയാം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഉണ്ട്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് ഇതുണ്ട്. നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിലാണ് നമ്മൾ 1000, 10,000, ലാക്സ്, ക്രോർസ് അങ്ങനെയൊക്കെ പറയുന്നത്. അതൊക്കെ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡാണ്. ബട്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് മില്യൻസ്, ബില്യൻസ്, ട്രില്യൻസ് അങ്ങനെയൊക്കെ ഉള്ളതാണ്. അതായത് 3 വേറെ ഒന്നല്ല, നമ്മൾ 2 കോമ ഇടുന്നതിന് പകരം 3 കോമ ഇട്ടാണ് നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യണം, നമ്മൾ എമൗണ്ട് കാണിക്കണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ തൽക്കാലം നോ കൊടുക്കാം. പിന്നെ സഫിക്സ്, അതായത് എന്തെങ്കിലും സഫിക്സ് എന്തെങ്കിലും കൊടുക്കണമെന്ന്, അതായത് USD അങ്ങനെ എന്തെങ്കിലും. പിന്നെ എമൗണ്ടും സിമ്പിളും നമ്മൾ നല്ല സ്പേസ് വേണോ, നമ്മൾ ജസ്റ്റ് എന്താ പറയുക വ്യൂ ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്പേസ് വേണമെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ എമൗണ്ട് വേർഡ് റെപ്രസെൻറ്റിങ് എമൗണ്ട് ആഫ്റ്റർ ഡെസിമൽ, നമ്മളിപ്പോൾ ഒരു റുപ്പീസ് ആണെങ്കിൽ INR എന്ന് കൊടുക്കില്ലേ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ USD എന്ന് കൊടുക്കാം. ഉണ്ടായിരിക്കുന്ന എമൗണ്ട് ഇൻ വേർഡ്സിൽ എന്തെങ്കിലും, അതായത് വേർഡ്സിൽ എഴുതുമ്പോൾ എന്തോരം വേണം. അതിപ്പോൾ ഒരു 10,000.10 ആണെങ്കിൽ അങ്ങനെ തന്നെ മീൻസ് വേർഡ്സിൽ കാണിക്കുമ്പോൾ അങ്ങനെ തന്നെ ഫുള്ള് കാണിക്കണമെന്നുള്ളത്. അത് നമുക്ക് 2 ഡെസിമൽ വരെ കാണിച്ചാൽ മതി. വേണമെങ്കിൽ 3 ആക്കാം, 4 ആക്കാം, എന്ത് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ആക്കാം. ആക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊന്ന് ബാക്ക് അടിച്ചാൽ 2 എണ്ണം കാണും. ഒരു മിനിറ്റ്, ഓക്കെ. ഇതിപ്പോൾ ഡോളർ വന്നു, $, അങ്ങനെയാണ് കാണിക്കുന്നത്. സോ ഇനി അടുത്തത് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച്, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും US ഡോളർ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് എത്ര, 60. സെല്ലിങ് റേറ്റ്, അതായത് നമ്മളിപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നവർക്കാണ് ഇത് കൂടുതൽ. എന്താ പറയുക, മൾട്ടി കറൻസി ട്രാൻസാക്ഷൻസ് ഒക്കെ വരുമ്പോൾ മറ്റേ കറൻസിയിൽ നിന്ന് ഇപ്പുറത്തെ കറൻസിയിലേക്ക് എന്താ പറയുക കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എൻട്രീസ് പോസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് റേറ്റ്, സെല്ലിങ് റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യാണ്. സോ സെല്ല് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്തോരമാണ്, അതായത് നമ്മളിപ്പോൾ ഒരു 1000 രൂപയുടെ സാധനമാണെങ്കിൽ അത് എത്ര USDയിലേക്ക് കൺവേർട്ട് ആയിട്ട് വേണം നമ്മൾ മറ്റേ USDയിൽ ഇൻവോയ്സ് കൊടുക്കുമ്പോൾ കാണിക്കാൻ, ഓട്ടോമാറ്റിക്കലി വരാനുള്ളത് സെറ്റ് ചെയ്യലാണ് ഈ സംഭവം. നമ്മളിപ്പോൾ നമ്മുടെ പുണ്യാളത്തിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. സോ നമ്മളിപ്പോൾ അത് കൊടുക്കുന്നില്ല, അത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിപ്പോൾ.
പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് അതിപ്പോൾ കൊടുത്താൽ അത് മനസ്സിലാവത്തില്ല. സോ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വരുമ്പോൾ നിങ്ങൾ ഗ്രാജുവലി അതൊന്ന് റിസർച്ച് ചെയ്യുക. വേറെ ഒന്നല്ല, ഇതിൽ തന്നെ നമ്മൾ റേറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ അതനുസരിച്ച് ഇൻവോയ്സ് റേസ് ചെയ്യുന്നു. ബൈ റേറ്റ് എന്ന് പറയുന്നത് പർച്ചേസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ റേറ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കലി വരാനുള്ളതാണ്. ഇനി വൗച്ചർ ടൈപ്പുകൾ, അതായത് നമുക്ക് മേജറായിട്ട് വൗച്ചർ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വൗച്ചേഴ്സിലാണ് നമ്മൾ എൻട്രീസ് പോസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ട്രാൻസാക്ഷൻസ് ഇപ്പോൾ നമ്മളൊരു സെയിൽ നടത്തി, അതിൻ്റെ ക്യാഷ് അക്കൗണ്ട് എടുത്തിട്ട് സെയിൽസ് ആ എൻട്രി പോസ്റ്റ് ചെയ്യുന്നത് ഈ വൗച്ചേഴ്സിലാണ്. സോ നമുക്ക് ബൈ ഡിഫോൾട്ട് ഇത്രയും വൗച്ചേഴ്സാണ് ഉള്ളത്. അതിലാദ്യത്തത് കോൺട്രാ വൗച്ചേഴ്സ്. ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കോൺട്രാ വൗച്ചേഴ്സ് എന്ന് പറഞ്ഞ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഓർത്തിരിക്കുക, ക്യാഷും ബാങ്കും വരുന്ന ട്രാൻസാക്ഷൻസ്, അതായത് ഇപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് പോകുന്ന ട്രാൻസാക്ഷൻസ്, അതുപോലെ തന്നെ ക്യാഷ് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ്, അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ്. ഇങ്ങനെ അതായത് ഇപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റ് എടുത്താണെങ്കിൽ ഈ രണ്ട് ഡെബിറ്റിലും ക്രെഡിറ്റിലും ഒന്നല്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്, ഓക്കെ, ഇത് രണ്ടും സൈമൾട്ടേനിയസ്ലി വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ കോൺട്രാ എന്ന് പറയുന്ന വൗച്ചറിലാണ് എൻട്രി ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ക്രെഡിറ്റ് നോട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സെയില് നടത്തുന്നത് സെയിൽസ് വൗച്ചറിലായിരിക്കും. അപ്പോൾ ആ സെയിൽസിൻ്റെ റിട്ടേൺ വരുന്നത് ക്രെഡിറ്റ് നോട്ടിലായിരിക്കും നമ്മൾ എൻട്രി ചെയ്യാം. ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേൺസ്, ക്രെഡിറ്റ് നോട്ട് നമ്മൾ സെയിൽസ് റിട്ടേൺസ് ആണെങ്കിൽ ഓഫ് കോഴ്സ്, ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് നോർമലി അത് പർച്ചേസ് റിട്ടേൺ ആയിരിക്കും. സോ പർച്ചേസ് റിട്ടേൺസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഡെബിറ്റ് നോട്ടിലായിരിക്കും. പിന്നെ ഡെലിവറി നോട്ട്, അതായത് അത് വേറെ ഒന്നുമല്ല, നമ്മൾ അത് ആക്ച്വലി അത് നമുക്ക് ഒരു വൗച്ചറായിട്ട് ഇത് കാണാൻ പറ്റില്ല. നമ്മളത് എനേബിൾ ചെയ്താലാണ് അത് ആ വൗച്ചർ വരികയുള്ളൂ. ഡെലിവറി നോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഗുഡ്സ് ചില സമയത്ത്, അതായത് ഇപ്പോൾ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ടെന്ന് കരുതി. ഈ പുണ്യാളൻ ആർബത്രിസിന് തൃശ്ശൂർ ഒരു ബ്രാഞ്ച് ഉണ്ട്, എറണാകുളത്ത് ഒരു ബ്രാഞ്ച് ഉണ്ട്, കോട്ടയത്ത് ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ബ്രാഞ്ചസ് തമ്മിൽ ട്രാൻസാക്ഷൻ, ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് എറണാകുളം ബ്രാഞ്ചിൽ നമ്മുടെ ഗുഡ്സിന് കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് എറണാകുളം ബ്രാഞ്ചിലേക്ക് നമ്മൾ കുറച്ച് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടി അതിന് നമ്മൾ ഇൻവോയ്സ് അടിക്കണ്ടല്ലോ, കാരണം രണ്ടും നമ്മുടെ തന്നെ സ്ഥാപനങ്ങളാണ്. സോ അപ്പോൾ ആ ഒരു ഗുഡ്സ് ഇവിടെ നിന്ന് അവിടേക്ക് എത്തിക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ടറിൻ്റെ കയ്യിൽ കൊടുക്കുന്നതും, അതുപോലെ തന്നെ ആ ഒരു ട്രാൻസാക്ഷൻസ് ഗുഡ്സ് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി എന്നുള്ള ട്രാൻസാക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡെലിവറി നോട്ട് അടിക്കുന്നത്. ഓക്കെ, GSTയിൽ ഇപ്പോൾ ഇങ്ങനത്തെ കേസസിലൊക്കെ നമ്മൾ ഇൻവോയ്സിങ് അല്ലെങ്കിൽ ഇ വെബിലൊക്കെ എടുക്കേണ്ട സാഹചര്യം വരാണെങ്കിൽ, ഇൻവോയ്സിങ് അല്ല, ഇ വെബിൽ എടുക്കേണ്ട സാഹചര്യം വരാണെങ്കിൽ ബ്രാഞ്ച് ടു ബ്രാഞ്ച് ട്രാൻസാക്ഷൻ നമ്മൾ ഡെലിവറി നോട്ടാണ് അടിക്കാറ്. ഇനി അടുത്തത് ജേണൽ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, ഒരു സബ്സിഡറി അല്ലെങ്കിൽ ഒരു ബാക്കിയുള്ള വൗച്ചേഴ്സിൽ അടിക്കാൻ പറ്റാത്ത ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ അടിക്കുന്നത് ജേണലിലാണ്. ഫോർ എക്സാമ്പിൾ അസറ്റ്സ് വാങ്ങുന്നത്, ക്രെഡിറ്റിന് അസറ്റ് വാങ്ങുന്നത്, ക്യാഷിനല്ല, ക്രെഡിറ്റിന് നമ്മൾ അസറ്റുകൾ വാങ്ങുകയാണെങ്കിൽ അത് നമ്മൾ ജേണലിലാണ് അടിക്കുക. പിന്നെ ഡിപ്രിസിയേഷൻ റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. പിന്നെ വരുന്നത് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻസ്, അതായത് ഇപ്പോൾ GST ആണെങ്കിൽ GST ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതെല്ലാം ജേണലിലായിരിക്കും നമ്മൾ കാണിക്കുക. പിന്നെ മെറ്റീരിയൽ ഔട്ട്, അതായത് നമ്മുടെ ഇപ്പോൾ മാനുഫാക്ചറിങ് പോലുള്ളതാണെങ്കിൽ നമ്മൾ മെറ്റീരിയൽ, അതായത് റോ മെറ്റീരിയൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഈ ഒരു വൗച്ചറിൽ എൻട്രി ചെയ്യും. മെറ്റീരിയൽ ഔട്ട്, റോ മെറ്റീരിയൽ പോകുമ്പോൾ നമ്മൾ ഈ ഒരു വൗച്ചറിൽ എൻട്രി ചെയ്യും. പിന്നെ ഒരു മെമ്മറാൻഡം വൗച്ചറുണ്ട്, അതുപോലെ തന്നെ പേയ്മെൻറ്റ് വൗച്ചറുണ്ട്. പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് വെച്ച് നമ്മൾ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഒരു എക്സ്പെൻസ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാലറി പെയ്ഡ് ബൈ ക്യാഷ്, അത് നമ്മളിങ്ങനെ പേയ്മെൻറ്റ് വൗച്ചറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പേയ്മെൻറ്റ് വൗച്ചർ, അതുപോലെ തന്നെ റെസീറ്റ് വൗച്ചർ. റെസീറ്റ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് വൗച്ചർ നമ്മുടെ നേരെ ഓപ്പോസിറ്റാണ്. നമുക്ക് എന്തെങ്കിലും ക്യാഷോ ബാങ്കോ കിട്ടിയാൽ നമ്മളത് എൻ്റർ ചെയ്യേണ്ടത് പേയ്മെൻറ്റ് വൗച്ചറിലാണ്. ഈ പേയ്മെൻറ്റ് വൗച്ചറും റെസീപ്റ്റ് വൗച്ചറും എൻട്രി പോസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഒന്നല്ലെങ്കിൽ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ്, ക്യാഷോ ബാങ്കോ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു പേയ്മെൻറ്റ് വൗച്ചറിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല.
ഓർത്തിരിക്കുക, എപ്പോഴും പേയ്മെൻറ്റ് വൗച്ചർ അല്ലെങ്കിൽ റെസിപ്റ്റ് വൗച്ചർ എൻ്റർ ചെയ്യുമ്പോൾ അതിൽ ഏത് ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് അതിലേതെങ്കിലും ഒരെണ്ണം ക്യാഷോ ബാങ്കോ ആയിരിക്കും. ഓക്കെ, എൻട്രി പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഫിസിക്കൽ സ്റ്റോക്കിൻ്റെ ഒരു വൗച്ചർ, അതായത് നമ്മൾ സ്റ്റോക്ക് എടുക്കുക, നമ്മൾ ഇയറിൻ്റെ സ്റ്റോക്ക് എടുക്കുക, അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു വൗച്ചറാണ് ഫിസിക്കൽ സ്റ്റോക്ക്. പിന്നെ പർച്ചേസ്, നമുക്കറിയാം പർച്ചേസോ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഇതാണ് പർച്ചേസ് വൗച്ചർ എന്ന് പറയുന്നത്. പർച്ചേസ് ഓർഡർ, അതായത് നമ്മൾ പർച്ചേസ് ഓർഡർ വെക്കുക എന്ന് പറയും. അതായത് നമ്മൾ കൊട്ടേഷൻ അല്ലെങ്കിൽ നമ്മളൊരു പാർട്ടിക്ക് നമ്മളൊരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുക, അതായത് നമുക്ക് ഇത്ര ഐറ്റംസ് ഇന്ന റേറ്റിൽ വേണം എന്നുള്ളൊരു കൊട്ടേഷൻ കൊടുക്കുന്നതാണ് പർച്ചേസ് ഓർഡർ. റെസീപ്റ്റ് ഞാൻ പറഞ്ഞു. പിന്നെ റെസീപ്റ്റ് നോട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു റെസീപ്റ്റ് നമുക്കൊരു എമൗണ്ട് കിട്ടി, അപ്പോൾ അതിനൊരു നമ്മൾ കിട്ടിയതിനൊരു പ്രൂഫായിട്ട് നമ്മൾ മറ്റേ പാർട്ടിക്ക് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും റെസീപ്റ്റ് നോട്ട്. റിജക്ഷൻ ആൻഡ് റിജക്ഷൻ ഔട്ട്, അതായത് എന്തെങ്കിലും ഒരു ഗുഡ്സ് നമ്മൾ സെയിൽ നടത്തി അത് റിജക്റ്റ് ആയി വന്നെങ്കിൽ നമ്മൾ റിജക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ യൂഷ്വലി എങ്ങനെ കാണിക്കാറില്ല, നമ്മളെപ്പോഴും സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് നോട്ടിലാണ് കാണിക്കാറ്. റിജക്ഷൻ ഔട്ട് എന്ന് പറഞ്ഞാൽ പർച്ചേസ്, നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്തു പക്ഷേ അത് നമുക്ക് പുവർ ക്വാളിറ്റിയാണ് റിജക്ഷൻ ഔട്ട്. നമ്മളത് യൂഷ്വലി ഡെബിറ്റ് നോട്ടിലാണ് കാണിക്കാറ്, പർച്ചേസ് റിട്ടേൺ ആയിട്ടാണ് കാണിക്കാറ്. ഓക്കെ, ഇനി ബ്രാഞ്ചസ് തമ്മിലുള്ള ഞാൻ പറഞ്ഞ ട്രാൻസാക്ഷൻസ് വരുമ്പോൾ അതിലെന്തെങ്കിലും റിജക്ഷൻ ഔട്ട് വരുമ്പോഴാണ് നമ്മളിത് പിന്നെയും നമ്മൾ ഈ വൗച്ചേഴ്സ് ഉപയോഗിക്കുന്നത്. പിന്നെ റിവേഴ്സിങ് ജേർണൽ, അതായത് ജേർണൽ എൻട്രി ഒരെണ്ണം പാസ് ചെയ്തു, അതിൻ്റെ റിവേഴ്സൽ എൻട്രി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാസ് ചെയ്യാനാണ് ഇത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് തെറ്റായിരുന്നു. സോ അത് റിവേഴ്സ് ചെയ്യാനാണ് ഇപ്പോൾ റിവേഴ്സൽ ജേർണൽ. നമ്മളത് യൂഷ്വലി കൊടുക്കാറുള്ള ജേർണൽ തന്നെ നമ്മൾ റിവേഴ്സൽ ഡെബിറ്റ് ചെയ്ത് ക്രെഡിറ്റ് ചെയ്യും, ക്രെഡിറ്റ് ചെയ്ത് ഡെബിറ്റ് ചെയ്യും. യൂഷ്വലി അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്, അല്ലാതെ വേറൊരു വൗച്ചറായിട്ട് നമ്മൾ അതിന് റെക്കോർഡൊന്നും ചെയ്യാറില്ല. പിന്നെ വരുന്നത് സെയിൽസ് ആണ്. സെയിൽസ് എന്ന് പറയുന്നത് ഓക്കെ, നമ്മൾ സെയിൽ നടത്തുമ്പോൾ നമുക്കത് ബില്ലായിട്ട് നമുക്ക് എൻട്രി ചെയ്യാനൊക്കെ അതിനുള്ള ഓപ്ഷൻസൊക്കെ സെയിൽസ് വൗച്ചറിലുണ്ട്. അത് നമ്മൾ വൗച്ചറിൽ എൻട്രീസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ബിൽ വൈസ് എങ്ങനെയാണ് സെയിൽസ് റെക്കോർഡ് ചെയ്യുന്നത്. അല്ലാതെ ബില്ലില്ലാതെ നമ്മൾ ജസ്റ്റ് സെയിൽസ് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. സെയിൽസ് ഓർഡർ, അതായത് നമുക്ക് എന്തെങ്കിലും നമ്മളൊരു വലിയൊരു പാർട്ടിക്ക് നമ്മളൊരു സെയിൽസ് ഓർഡർ കൊടുക്കുകയാണ്, അതായത് അവരുടെ നിന്ന് പർച്ചേസ് ഓർഡർ കിട്ടി. സോ അതിന് റിപ്ലൈ ആയിട്ട് അവരിപ്പോൾ പറയുകയാണ് നമുക്ക് 10 പാക്കറ്റ് ചന്ദനത്തിരി വേണം, ഞങ്ങൾ അത്രയും ബൾക്കായിട്ട് വാങ്ങുന്നതുകൊണ്ട് 8 രൂപ പെർ പാക്കറ്റ് 8 രൂപയ്ക്കാണ് ഞങ്ങൾ വാങ്ങുന്നത്. സോ നമ്മൾ പറയുകയാണ് അത് പറ്റില്ല, നമ്മൾ സെയിൽസ് ഓർഡർ കൊടുക്കുകയാണ്, അതായത് 9 രൂപയ്ക്കാണെന്നുള്ള രീതിയിൽ നമ്മൾ സെയിൽസ് ഓർഡർ. അത്രയൊക്കെ തന്നെ. സ്റ്റോക്ക് ജേർണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് ഗോഡൗണിൽ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യില്ല. അപ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതായത് ഇപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ഗോഡൗൺസ് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു ഗോഡൗണിൽ നിന്ന് മറ്റൊരു ഗോഡൗണിലേക്ക് നമുക്ക് സ്റ്റോക്ക് മാറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റോക്ക് ജേർണൽ വഴി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതല്ല, നമ്മുടെ ബിസിനസ്സിനനുസരിച്ച് നമുക്ക് വേറെയും വൗച്ചേഴ്സ് ആവശ്യമാണെങ്കിൽ നമുക്കിവിടെ ക്രിയേറ്റ് വൗച്ചർ കൊടുത്തിട്ട് വൗച്ചേഴ്സ് നമ്മൾക്ക് ഇഷ്ടമുള്ള വൗച്ചേഴ്സ് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ ആ വൗച്ചറിൽ നമുക്ക് എൻട്രീസ് ട്രാൻസാക്ഷൻസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. യൂഷ്വലി ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എക്സ്പോർട്ട് സെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് സെയിൽസ് വേറൊരു വൗച്ചറിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി നമ്മൾ ചിലർ എക്സ്പോർട്ട് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് വല്ല സെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാനായിട്ട് വേറൊരു വൗച്ചറൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കാണുന്നുണ്ട്. ബട്ട് നമ്മുടെ ഇതിൽ നമ്മളത് ചെയ്യുന്നില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ സ്റ്റോക്ക് ഗ്രൂപ്പുകൾ, അതായത് സ്റ്റോക്കുകൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ അഗർബത്തീസ് പറയണ്ട, നമ്മൾ വേറൊരു ഇത് പറയാം. ഓക്കെ, ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് ഷോപ്പാണെന്ന് വിചാരിച്ചോ, നമുക്ക് സ്റ്റോക്ക് കീപ്പ് ചെയ്യണം, നമ്മൾ റീറ്റെയിൽ ചെയ്യുന്നുണ്ട്, നമ്മൾ വാങ്ങുന്നു വിൽക്കുന്നു. സോ അതിന് സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ പല പല ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യും. ആദ്യം ഞാൻ ഒരെണ്ണം ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇലക്ട്രോണിക് ഷോപ്പിലാകുമ്പോൾ ഹാവൽസ് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ആ ഹാവൽസിന് ഒരു സ്റ്റോക്ക് ഗ്രൂപ്പ് ഉണ്ട്. അണ്ടർ പ്രൈമറി തന്നെ കൊടുക്കാം. സോ ഐറ്റംസ് ടു ബി ആഡഡ് പ്ലസ് കൊടുക്കുകയാണെങ്കിൽ ആക്സെപ്റ്റ് കൊടുക്കാം. ഇനി ലൂക്കർ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, ഇത് വേണമെങ്കിൽ സോ ലൂക്കർ, ഹാവൽസ്, പിന്നെ നമുക്ക് വരുന്ന പ്രധാന വിപ്രോയുടെ ബൾബുകൾ കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആക്സെപ്റ്റ് കൊടുക്കാം.
പിന്നെ ഏതാ വരുന്നത്? നമുക്കിപ്പോൾ 3 കമ്പനിയുടെ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കാം. 3 വന്നല്ലോ. ഓക്കെ, ഇനി ബാക്ക് പോവാം. ഇതാണ് നമ്മുടെ സ്റ്റോക്ക് ഗ്രൂപ്പ്. ഇനി സ്റ്റോക്ക് കാറ്റഗറി, അതായത് നമുക്ക് പല പല കാറ്റഗറീസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് ഹാവൽസിൽ തന്നെ നമുക്ക് ബൾബുകൾ വിൽക്കുന്നുണ്ട്, വയർ വിൽക്കുന്നുണ്ട്, പിന്നെന്താ അയൺ ബോക്സ് വിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി നമ്മളിവിടെ കാറ്റഗറി സെറ്റ് ചെയ്യുന്നു. സോ കാറ്റഗറി എന്താ കൊടുക്കുക? വയേഴ്സ് കൊടുക്കാം. പ്രൈമറി തന്നെ കിടക്കട്ടെ. ഓക്കെ, വയറ്. പിന്നെന്താ ബൾബ്സ് കൊടുക്കാം. ബൾബ് ആക്സെപ്റ്റ് കൊടുക്കാം. ഇനി എന്താ വേണ്ടത്? വയർ കൊടുത്ത് ബൾബ് കൊടുത്ത് സ്വിച്ചസ്. ഇത് പ്രൈമറി തന്നെ, 3 പ്രൈമറിയിലായി. ഇനി ബൾബിൻ്റെ അടിയിൽ 40 അല്ല, അതായത് ഫാൻസി ലൈറ്റ് കൊടുക്കാം. അത് വേണമെങ്കിൽ ബൾബിൻ്റെ അടിയിൽ കൊടുക്കാം. ഫാൻസി ലൈറ്റ്സ് നമ്മൾ ബൾബിൻ്റെ അടിയിലാണ് കൊടുക്കുന്നത്. ബൾബിൻ്റെ അടിയിൽ അപ്പോൾ ഒരു കാറ്റഗറി കൂടി വരും, ഫാൻസി ലൈറ്റ്സ്. പിന്നെ നോർമൽ ലൈറ്റ്സ്, അത് ബൾബിൻ്റെ അടിയിൽ തന്നെ കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് കാറ്റഗറി കൊടുത്തു. ഇത്രയും നമുക്ക് സ്റ്റോക്കിൻ്റെ കാറ്റഗറി ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ഇത് വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോക്കിൻ്റെ ഇപ്പോൾ ഒരു സമ്മറി എടുക്കാമെന്ന് വെച്ചാൽ, അപ്പോൾ ബൾബ് എത്ര വിറ്റുപോയി, ഫാൻസി ലൈറ്റ് എത്ര വിറ്റുപോയി, നോർമൽ ലൈറ്റ് എത്ര വിറ്റുപോയി, സ്വിച്ച് എത്ര വിറ്റുപോയി, വയേഴ്സ് എത്ര വിറ്റുപോയി, അങ്ങനെയൊക്കെ ഉള്ള എന്താ പറയുക ഇൻഡിവിജ്വൽ ഇങ്ങനെ ഒരു കാറ്റഗറിയുടെ നമുക്കൊരു റിസൾട്ട് അറിയാനും പിന്നെ എന്താ സ്റ്റോക്കൊക്കെ ഉണ്ടെന്ന് അറിയാനും നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെ സ്റ്റോക്ക് കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ പോകാം. ഓക്കെ, സ്റ്റോക്ക് ഐറ്റം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ആദ്യം 40 വാട്ടിൻ്റെ ബൾബ്, സോറി നമ്മൾ പുണ്യാളാർവത്തിന്നാണ് ചെയ്യുന്നത്. സോറി, ഞാനത് മറ്റേ എന്താ പറയുക എക്സാമ്പിൾ വന്നപ്പോൾ ഒന്ന് കൊളൈഡായി പോയതാണ്. കുഴപ്പമില്ല, നമുക്ക് ബൾബ് തന്നെ. ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ സ്റ്റോക്ക് ക്രിയേഷൻ ഇതിപ്പോൾ ചെയ്തു പോവാണ്. ബട്ട് നാളെ ആകുമ്പോഴത്തേക്കും ഞാൻ ഇതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ആനപ്പിണ്ടവും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നേക്കാം. ക്ഷമിക്കുക. ഇപ്പോൾ 40 വാട്ട് ബൾബ് ഞാൻ ഹാവൽസിൻ്റെ അടിയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. യൂണിറ്റ്സ്, അതായത് എത്ര എണ്ണമാണെന്നുള്ളത് ഇത് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. സിമ്പിളാണ്. ഓക്കെ, നമ്പേഴ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡെസിമൽ വേണോ? വേണ്ട, എണ്ണമാണല്ലോ. അതായത് സ്റ്റാറ്റ്യൂട്ട് ഡ്യൂട്ടീൽസ് GST കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം. സോ എന്തെങ്കിലും ഓപ്പണിംഗ് ഉണ്ടോ? ഓക്കെ, എൻ്റെ 100 ബൾബ് ഉണ്ട്. 1 രൂപ അല്ല 10 രൂപ, 1000 രൂപ. സ്റ്റോക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യാം. എനിക്ക് 10,000 തയ്ക്കണം, അതുകൊണ്ട് സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി LED ബൾബ് സെറ്റ് ലൂക്കറിൻ്റെ ആണ് എൻ്റെ ഉള്ളത്. ഓക്കെ, ഇത് നമ്പേഴ്സ് ഞാൻ കൊടുത്താണ്. ഇത് എൻ്റെ കയ്യിലൊരു 200 സോറി 200 വെയിറ്റ് 10 അല്ല. LED ബൾബ് സെറ്റ് ഞാൻ സെറ്റ് ചെയ്തു. ഓക്കെ, സ്വിച്ച് ഞാൻ ഹാവൽസിൻ്റെ സ്വിച്ച് എടുക്കുകയാണ്. ഇത് നമ്പേഴ്സ് തന്നെയാണ്. ഇത് എൻ്റെ കയ്യിൽ 1500 ഉണ്ട്. 5 രൂപയാണ്, സോറി 5 വേണം, 150 ഉണ്ട്. 5 രൂപ. ബൾബ്, സ്വിച്ച്, വയർ. കേബിൾ വയർ ഞാൻ എടുക്കുകയാണ്. അത് ഞാൻ വിപ്രോ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ വേറെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണം, അതായത് മീറ്റേഴ്സ്.
ക്വാണ്ടിറ്റി 200 ഓക്കെ. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി എനിക്ക് 3250 കാര്യം സ്റ്റോക്ക് ഐറ്റംസ് തന്നെ 3250 എന്താക്കാം ഇനി എന്താ കൊടുക്കാൻ പറ്റാം. ഓക്കെ, ഞാൻ ഫാൻ എന്ന് പറയുന്ന ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യണം. ഹാവൽസിൻ്റെ നമ്പേഴ്സ് കൊടുക്കാണ് 2 എണ്ണം. സോറി, 6 എണ്ണം ഉള്ള എൻ്റെ ഇപ്പോൾ മാച്ച് ആവേണ്ടതാണ്. കണ്ടോ, ഓപ്പണിംഗ് ബാലൻസ് കറക്റ്റായി. സോ ഞാൻ ഇങ്ങനെ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തു. ഇനി യൂണിറ്റ് എല്ലാം വേണമെങ്കിൽ മീറ്റർ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. മീറ്റേഴ്സിനെ നമ്പേഴ്സ് നേരത്തെ ഞാൻ ഒന്നുമില്ല, ഓൾട്ട് സി വെച്ചിട്ടാണ് അവിടെ വന്നപ്പോൾ ഓൾട്ട് സി വെച്ച് ക്രിയേറ്റ് കൊടുത്തു. ഗോഡൗൺ, അതായത് മെയിൻ ലൊക്കേഷൻ. നമുക്കിവിടെ ഗോഡൗൺസ് വേണമെങ്കിൽ ഗോഡൗൺസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഗോഡൗൺ തൃശ്ശൂർ എനിക്കൊരു ഗോഡൗൺ ഉണ്ട്. പിന്നെ എറണാകുളം ഒരു ഗോഡൗൺ ഉണ്ട്. നമുക്ക് സ്റ്റോക്ക് അലോക്കേഷനൊക്കെ വേണ്ടിയാണ്. പിന്നെ TDS എന്തെങ്കിലും വേണമെങ്കിൽ, അതായത് TDS നേച്ചർ പേയ്മെൻറ്റ്സ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ, പിന്നെ TDS ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ, പാൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, ബാക്ക് അടിക്കുകയാണ്. സോറി. ഇനി ഇപ്പം നമ്മൾ നേരത്തെ ക്രിയേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞു. ഇനി ഇതൊക്കെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തു. ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ഓൾട്ടർ ചെയ്യാനോ മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഓൾട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ബാങ്ക് അക്കൗണ്ട് ഓൾട്ടർ ചെയ്യണമെങ്കിൽ ഓൾട്ടർ ചെയ്യാം. ലെഡ്ജേഴ്സ് നമുക്ക് ഓൾട്ടർ ചെയ്യണമെങ്കിൽ ഓൾട്ടർ ചെയ്യാം. കോസ്റ്റ് സെൻറ്റേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഓൾട്ടർ ചെയ്യണമെങ്കിൽ ഓൾട്ടർ ചെയ്യാം. കറൻസി, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ പറയുക, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ എന്തെങ്കിലും US ഡോളേഴ്സ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഓൾട്ടർ ചെയ്യണമെങ്കിൽ, നമ്മൾ കമ്പനിയുടെ കണ്ടു നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്കിവിടെ ചേഞ്ചസ് വരുത്താം. എല്ലാ ഐറ്റം നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത എല്ലാ ഐറ്റവും നമ്മളിവിടെ ഓൾട്ടർ ചെയ്യാൻ പറ്റും. ഇനി ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല നമുക്കൊരു ചാർട്ടിൽ, അതായത് ഗ്രൂപ്പ് ആണെങ്കിൽ ഗ്രൂപ്പിൻ്റെ എല്ലാം ഒരു എന്താ പറയുക ലിസ്റ്റ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഈ ഗ്രൂപ്പിൻ്റെ ഫുൾ ലിസ്റ്റ് നമുക്കിവിടെ എന്താ പറയുക, നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തേക്കുന്നതല്ല. ഒരു കാര്യമായിട്ട് സസ്പെൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, ആരും പേടിക്കൊന്നും വേണ്ട. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സസ്പെൻസിലേക്കൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ടാലിയിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാ ഗ്രൂപ്പുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സബ് ഗ്രൂപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാ സബ് ഗ്രൂപ്പുണ്ട്, സബ് ഗ്രൂപ്പ്സും ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ ഒന്നും കണ്ടില്ല, അതുകൊണ്ട് പറഞ്ഞാൽ സബ് ഗ്രൂപ്പ്സും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഗ്രൂപ്പ് നമുക്ക് കിട്ടും. ഇതെന്താ, നമുക്കൊരു കൺട്രോളിനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് ഇപ്പോൾ ഗ്രൂപ്പുകൾ അറിയണം എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ട്രാൻസാക്ഷൻസോ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് അല്ലെങ്കിൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഗ്രൂപ്പുകൾ ഡ്യൂപ്ലിക്കേറ്റ് ആകാൻ പാടില്ല. നമ്മളിപ്പോൾ ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസ് കിട്ടും, അത് നമ്മളത് മറന്നുപോയി. ഇപ്പോൾ ഒരു 2-3 മാസം കഴിയുമ്പോൾ നമ്മൾ ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസിന് ഒരു എക്സ്പെൻസ് ഫോർ ക്രെഡിറ്റേഴ്സ് വന്നിട്ടും ആക്സെപ്റ്റ് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും. കാരണം രണ്ട് പേരാണ്. അപ്പോൾ പേര് ഐഡൻറ്റിക്കൽ ആണെങ്കിലാണ് നമ്മൾ പിന്നെ എന്താ പറയുക, ദിസ് ടൈം ഹാസ് ഓൾറെഡി ബീൻ ടേക്കൺ എന്ന് പറഞ്ഞ എറർ കാണിക്കുള്ളൂ. ഇപ്പോൾ എക്സ്പെൻസ് ഫോർ ക്രെഡിറ്റേഴ്സ് വേറൊരു പേരാണ്. അപ്പോൾ സിസ്റ്റം നോക്കുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻസ് ഇവിടെ വരും ഗ്രൂപ്പിൽ. സോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു ലിസ്റ്റ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, അതുപോലെ ലെഡ്ജേഴ്സിൻ്റെ ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ലെഡ്ജേഴ്സിൻ്റെയും ഒരു ലിസ്റ്റ് ഇവിടെയുണ്ട്. ഓക്കെ, ഡാറ്റ ഇൻകം ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യില്ല, അതൊക്കെ നമ്മൾ ട്രാൻസാക്ഷൻ്റെ ഏരിയയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സിൻ്റെ ഒരു കോപ്പി, നമ്മളൊരു ഫിസിക്കൽ കോപ്പി എപ്പോഴും എടുത്ത് വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ വേറെ ലെഡ്ജേഴ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നത് നമ്മൾ ബോയിലർ, നമ്മൾ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇപ്പോൾ ഈ മാസം നമ്മൾ വേറൊരു ബോയിലർ വാങ്ങിച്ചു. അപ്പോൾ ആ ബോയിലർ നമ്മൾ വേറൊരു പേരിൽ ഫിക്സഡ് അസറ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല, ഈ ബോയിലറിൽ തന്നെ നമ്മൾ കാണിച്ചാൽ മതി. ഇനി വൗച്ചർ ടൈപ്സ്,
അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ വൗച്ചർ ടൈപ്പും നമ്മളിനി അഡീഷണൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്കിവിടെ കിട്ടുന്നതാണ്. കോസ്റ്റ് കാറ്റഗറീസ്, പ്രൈമറി കോസ്റ്റ് കാറ്റഗറി ഉണ്ട്. കോസ്റ്റ് സെൻറ്റേഴ്സ്, നമ്മൾ എന്തെങ്കിലും കോസ്റ്റ് സെൻറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് അതിനെപ്പറ്റി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. കറൻസീസ്, 2 കറൻസീസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ലിസ്റ്റ് വരും. ബഡ്ജറ്റ്, അത് എന്താ പറയുക, അത് നമ്മൾ ഇതിലല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, നമ്മൾ എന്താ പറയുക, നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ എടുക്കുന്നതാണ് ബഡ്ജറ്റ്സ്. അതായത് ഫ്യൂച്ചറിലേക്കുള്ള ബഡ്ജറ്റ്സിൻ്റെ ഒക്കെ എന്തെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ അത്. ലിസ്റ്റ് ഓഫ് സിനാരിയോസ്, അതായത് ഓക്കെ സിനാരിയോയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓക്കെ ഫയർ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എന്തെങ്കിലും ആ ഒരു സിനാരിയോ ബേസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇവിടെ വരണം. പിന്നെ സ്റ്റോക്ക് ഗ്രൂപ്പ്സ്, നമ്മൾ നേരത്തെ കണ്ട പോലെ ഹാബിറ്റ്സ്, ലൂപ്പർ, പ്രോ, ഇത്രയും സ്റ്റോക്ക് ഗ്രൂപ്പാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇനിയും ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഓൾട്ട് സീനൊക്കെ നമുക്ക് ഇവിടെ പിന്നെ സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുതന്നെ ഇവിടെയും നമുക്ക് സാധ്യമാണല്ലോ, ലെഡ്ജേഴ്സ് എടുത്തിട്ട് ഓൾട്ട് സീനൊക്കെ നമുക്ക് ഇവിടെയും പിന്നെ ഗ്രൂപ്പ് ലെഡ്ജേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി സ്റ്റോക്ക് ഐറ്റം കണ്ടോ, ഇതാണ് ഞാൻ പറയുന്നത്, ഹാവൽസിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ സ്റ്റോക്ക് ഐറ്റംസ് ഒക്കെ. നമ്മൾ ആ സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മളത് ഹാവൽസ് ലുക്ക് എന്നൊക്കെയാണ് പറഞ്ഞാണ് കൊടുത്തത്. ഇനി സ്റ്റോക്ക് കാറ്റഗറീസ്, അതായത് ബൾബിൻ്റെ അടിയിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് സ്റ്റോക്ക് കാറ്റഗറി. യൂണിറ്റ്സ്, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത മീറ്റർ നമ്പേഴ്സ്, ഇതല്ലാതെ KG ഉണ്ട്, അങ്ങനെ പല യൂണിറ്റ്സ് ഉണ്ട്. നിങ്ങൾ GSTയുടെ സൈറ്റ് എടുക്കുകയാണെങ്കിൽ അത് പ്രകാരം യൂണിറ്റ്സ് വെക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മൾ സെയിലൊക്കെ അടിക്കുമ്പോൾ നമ്മൾ സെയിൽ അടിക്കാമെന്ന് വിചാരിച്ചു, ഇപ്പോൾ നമ്മളൊരു 10 പാക്കറ്റ് ഇത് കൊടുത്തെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് GSTയിലുള്ള ലിസ്റ്റുകൾ, അതായത് UQCയുടെ ഒക്കെ ലിസ്റ്റ് എന്ന് പറയും. അതായത് വേറൊന്നല്ല, നമ്മൾ സെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ സെയിൽ എല്ലാ മാസവും 10-ാം തീയതി, ഇപ്പോൾ ഒരു GST രജിസ്റ്റേർഡ് പാർട്ടി ആണെങ്കിൽ എല്ലാ മാസം 10-ാം തീയതി നമ്മൾ സെയിൽ കയറ്റി വിടണം. അപ്പോൾ ആ സെയിൽ കയറ്റി വിടുമ്പോൾ നമ്മൾ ഒരു HSN സമ്മറി എന്ന് പറയും. നമ്മുടെ ഓരോ സ്റ്റോക്കിനും ഓരോ ഐറ്റത്തിനും ഓരോ HSNs ഉണ്ട്. അപ്പോൾ അതൊരു 8 ഡിജിറ്റ് 6 ഡിജിറ്റ്സ് വരുന്ന HSN കോഡ്സാണ്. 4 ഡിജിറ്റ്സും ഉണ്ട്. ബട്ട് മെയിൻലി നമ്മളെന്താ പറയുക, യൂഷ്വലി നമ്മൾ പറയാറ് 6 ഡിജിറ്റ്സ് അല്ലെങ്കിൽ 8 ഡിജിറ്റ്സ് കീപ്പ് ചെയ്യാനാണ്. പലരും അത് ചെയ്യാറില്ല, പലരും 4 ഡിജിറ്റ്സ് ഒക്കെയാണ് കൊടുക്കാറുള്ളത്. സോ ഈ HSN കോഡ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ സെയിൽസിൻ്റെ സ്റ്റോക്കിൻ്റെ സമ്മറിയാണ്, ഒരു മന്തിലെ സ്റ്റോക്ക് സെയിൽ നടത്തിയതിൻ്റെ സമ്മറിയാണ്. ഗുഡ്സ് നമ്മളെന്തായാലും വിറ്റു, അതായത് ഇപ്പോൾ ഒരു 10 പാക്കറ്റ് നമ്മൾ ചന്ദനത്തിരി വിറ്റെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചന്ദനത്തിരിയുടെ 10 പാക്കറ്റ് വെച്ചിട്ട് നമ്മൾ ആ ഒരു സെയിൽസിൻ്റെ സമ്മറി, നമ്മൾ സ്റ്റോക്ക് വൈസ് സമ്മറി നമ്മൾ കൊടുക്കുന്നതാണ്. ക്വാണ്ടിറ്റി വൈസ്, ആ ഐറ്റം വൈസ് സമ്മറി നമ്മൾ കൊടുക്കുന്നതാണ് HSN സമ്മറി. നമ്മൾ സെയിൽസിൻ്റെ കൂടെ നമ്മൾ GSTR1 നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ, അതായത് സെയിൽസിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ കയറ്റി വിടണം. സോ അതിൽ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഐറ്റം വൈസാണ് കാണിക്കുന്നത്. അപ്പോൾ ഐറ്റം വൈസിൽ ഈ QC കോഡ് ഉണ്ട്. നമ്മൾ നേരത്തെ നമ്പേഴ്സ് കൊടുത്തു. ഇപ്പം നമ്പേഴ്സിൻ്റെ ആക്ച്വലി QC കോഡ് എന്ന് പറയുന്നത് കണ്ടോ, NOS ആണ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇത്രയും കൂടി ബെറ്റർ ആയിരിക്കും. കാരണം റിപ്പോർട്ട് വരുമ്പോൾ അപ്പോൾ NOS എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്താ പറയുക, GST ഫയൽ ചെയ്യുന്ന ഒരാൾക്കും വളരെ വളരെ ഉപകാരമാണ്. കാരണം ഇങ്ങനെ അല്ലെങ്കിൽ അയാൾ എന്താ പറയുക, കറക്റ്റ് UQC കണ്ടുപിടിച്ച് ചെയ്യേണ്ടത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കേസാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം മീറ്ററിൻ്റെ പറയുകയാണെങ്കിൽ ഓക്കെ കണ്ടോ, മീറ്റേഴ്സ് MTR ആണ്. സോ ഇത് വെച്ചിട്ട് നമ്മൾ സ്റ്റോക്ക് ക്രിയേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്തിരി പ്രൊഫഷണൽ ഇത് കിട്ടും, അത്രേ. പിന്നെ ഗോഡൗൺ, ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഗോഡൗൺ. എൻ്റെ ലൈസൻസ് സറണ്ടർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ മോഡലിൽ പോയത്. ബട്ട് നമ്മുടെ ഈ ക്ലാസ് ഏകദേശം വൈൻഡപ്പ് ആവാറായിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ലിസ്റ്റ് ഓഫ് ഗോഡൗൺസ്.
സോ ഈ 3 കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ 3 കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒരു കാര്യം മിസ് ഔട്ട് ആയിട്ടുണ്ട്, എനിക്കറിയാം, കോസ്റ്റ് സെൻറ്റർ ആണ്. സോ അതിനെപ്പറ്റി ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ എന്തായാലും നമ്മൾ അത് വെച്ചായിരിക്കും തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൗച്ചർ എൻട്രി കാര്യങ്ങളിലേക്കൊക്കെ പോകും. സോ ഇന്ന് നമ്മൾ മെയിനായിട്ട് പഠിച്ചത് ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഒരു ലെഡ്ജർ, ഗ്രൂപ്പ് കാര്യങ്ങൾ, അതുപോലെ തന്നെ വൗച്ചേഴ്സൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ അതെങ്ങനെ ഓൾട്ടർ ചെയ്യാം, പിന്നെ അതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് എങ്ങനെ കിട്ടും മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സോടുകൂടി പഠിച്ചത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് തോന്നുന്നു. ടാലിയെ പറ്റിയൊക്കെ കൂടുതൽ അറിഞ്ഞു എന്ന് തോന്നുന്നു. സോ ഇതൊക്കെ ഒന്ന് വീട്ടിൽ ചെന്നൊന്ന് പ്രാക്ടീസ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.